നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചകളുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അയോധ്യാകാന്ഡം തുടങ്ങുകയാണ്. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. അയോധ്യ മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എല്ലാവരും, രാജാവും രാജ്ഞിമാരും രാമനും സീതയും ലക്ഷ്മണനും ഊർമിളയും നാട്ടുകാരും മന്ത്രിമാരും എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ കുറച്ചങ്ങനെ കഴിയുമ്പോൾ ദശരഥൻ പലതവണയായിട്ട് ഓരോ സ്വപ്നങ്ങൾ കാണുന്നു, ദുസ്വപ്നങ്ങൾ കാണുന്നു. ദശരഥന് മനസ്സിന് വല്ലാത്ത വിഷമം വരികയാണ്. എന്തൊക്കെയായാലും ഇത്രയൊക്കെ സന്തോഷമാണെങ്കിലും എന്തോ ഒരു വിഷമം വരാൻ പോകുന്നത് പോലെ ദശരഥന് തോന്നുകയാണ്. അപ്പോൾ ദശരഥൻ അങ്ങനെ തീരുമാനിക്കുകയാണ്, ഞാൻ രാജാവായിട്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശ്രീരാമനെ യുവരാജാവാക്കി കാണണം. അതായത് ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കാമെന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് തൻ്റെ മന്ത്രിമാരെയും ഋഷിമാരെയൊക്കെ വിളിക്കുകയാണ്. അവരോട് അഭിപ്രായം ചോദിക്കും, എങ്ങനെയാണ് ഞാൻ ശ്രീരാമനെ രാജാവാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ സന്തോഷമാവുകയാണ്, ഇനി ശ്രീരാമൻ അടുത്ത രാജാവാകുക എന്നുള്ളത്. അങ്ങനെ ഇത് തീരുമാനമായി എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലേക്കും അടുത്തുള്ള നാട്ടുരാജ്യങ്ങളിലേക്കൊക്കെ അറിയിക്കുകയാണ് ശ്രീരാമൻ്റെ പട്ടാഭിഷേകമാണെന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഭരതനും ശത്രുഘ്നനും ഇവിടെ ഇല്ല, കേകയ രാജ്യത്തിലാണ്. കാരണം ഭരതൻ്റെ മുത്തശ്ശൻ വിളിച്ചുള്ളൂ. 12 വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ് ഭരതൻ മുത്തശ്ശൻ്റെ കൂടെ. അങ്ങനെ തീരുമാനിച്ചു, പട്ടാഭിഷേകം നടത്താനുള്ള തീരുമാനമായി. ഇത് കൗസല്യ അറിയിക്കുകയാണ്, ശ്രീരാമൻ്റെ അമ്മ. കൗസല്യക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം കൗസല്യ വിചാരിച്ചില്ല ശ്രീരാമൻ ഇത്ര വേഗം രാജാവാവുന്ന. സൂര്യവംശത്തിൻ്റെ രീതി പ്രകാരം ആദ്യത്തെ പുത്രനാണ് അടുത്ത തലമുറയിൽ രാജാവ്. പക്ഷെ ദശരഥൻ ഇരിക്കുമ്പോൾ തന്നെ രാജാവാകുമെന്നും കൗസല്യ മനസ്സിൽ വിചാരിക്കുന്നില്ല. അപ്പോൾ കൗസല്യക്ക് വളരെ സന്തോഷമായി. അങ്ങനെ പൂജകൾ തുടങ്ങാനുള്ള ഏർപ്പാടാക്കി. എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. ഋഷിമാർക്കും ബ്രാഹ്മണർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സാധന സാമഗ്രികൾ എത്തിക്കാൻ പറയുകയാണ്. ഒന്നിനും ഒരു അല്ലല്ലും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് രാജാവും കൗസല്യം. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് നടത്തുകയാണ്. കാരണം അയോധ്യ മുഴുവൻ അപ്പോൾ ആർത്തുല്ലസിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞ്. അങ്ങനെ ശ്രീരാമനെ വിളിക്കുകയാണ് ദശരഥൻ. വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ യുവരാജാവാക്കാൻ പോവാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ശ്രീരാമൻ, ശരി അച്ഛാ, അങ്ങനെ ആവട്ടെ. അപ്പം ദശരഥൻ പറയുകയാണ്, നിന്റെ അത്രയും ഗുണമുള്ള ഒരാളില്ല രാജാവാൻ, നിന്റെ അത്രയും ധർമ്മബുദ്ധിയും ഉള്ള വേറൊരാളില്ല. അപ്പം നീ തന്നെയാണ് രാജാവാൻ ഏറ്റവും തികഞ്ഞവൻ, എല്ലാ രീതിയിലും തികഞ്ഞവൻ എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തൊക്കെയായാലും ഒരിക്കലും ഈ കുലീനത്വം കളയരുതെന്ന് പറയുകയാണ് ശ്രീരാമൻ പറയും, എല്ലാം അച്ഛൻ പറയുന്നത് പോലെ. ശ്രീരാമൻ ഒന്നും അച്ഛൻ പറയുന്നതിനപ്പുറമില്ല. അങ്ങനെയാണ്. എന്നിട്ട് ശ്രീരാമൻ ചെന്ന് സീതയെ അറിയിക്കുകയാണ് പട്ടാഭിഷേകം ആവുകയാണെന്നുള്ളത്. അപ്പോൾ സീതയ്ക്കും വലിയ സന്തോഷമാകുമ്പോൾ രാമൻ രാജാവാവുകയാണ്. അപ്പോൾ നല്ല കാര്യം. അങ്ങനെ സീതയും പൂജകൾ തുടങ്ങുകയാണ്. അങ്ങനെ പട്ടാഭിഷേകത്തിൻ്റെ ദിവസം തീരുമാനമായി. അത് തീരുമാനിച്ച് പിറ്റേ ദിവസം തന്നെ നടത്തണം എന്നുള്ളതായി ദശരഥൻ. അപ്പോൾ നല്ല മുഹൂർത്തമാണെന്നുള്ളത് മനസ്സിലായി. പൂജകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പട്ടാഭിഷേകം നടത്താനുള്ളത്. അപ്പോൾ അയോധ്യ മുഴുവൻ വളരെ ബഹളത്തിലാണ്, ഇത് സന്തോഷത്തിൽ ഇരിക്കുകയാണ്. കാരണം അടുത്ത ദിവസം ഇനി ശ്രീരാമൻ രാജാവാണെന്നുള്ളത് അറിഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ബഹളമൊക്കെ കേൾക്കുമ്പോൾ മന്ധര എന്ന് പറയുന്ന കൈകേയിയുടെ ആയെപ്പോലൊരു സ്ത്രീയാണ്. കൈകേയിക്ക് അമ്മയില്ലാതെ വന്നപ്പോൾ ഈ സ്ത്രീയാണ് വളർത്തി വലുതാക്കിയത് കൈകേയിയുടെ അനിയൻ യുദ്ധാജിത്തിനെ. അപ്പോൾ മന്ധര ഇതറിയാണ്, എന്താ യുവരാജാവാൻ പോവാണ് ശ്രീരാമൻ. മന്ധര വേഗം ഓടി വന്ന് കൈകേയെടുത്ത് പറയാണ്, നീ അറിഞ്ഞോ ശ്രീരാമനെ യുവരാജാവാക്കാൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ കൈകേയിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. കൈകേയി വേഗം ഒരു സ്വർണ്ണമാല എടുത്ത് മന്ധരയ്ക്ക് കൊടുക്കുകയാണ് സന്തോഷം കൊണ്ട്. മന്ധര ചോദിക്കുക, നീ എന്താ വിഡ്ഢിയാണോ? നിന്റെ പുത്രനാണ് രാജാവാകേണ്ടത്. അപ്പോൾ കൈകേയി പറയും, അതെന്തിനാ അങ്ങനെ പറയുന്നത്? എൻ്റെ പുത്രൻ തന്നെയാണ് ശ്രീരാമൻ. എനിക്ക് ജനിച്ചില്ലെന്നേ ഉള്ളൂ രാമൻ, പക്ഷെ അതും എൻ്റെ പുത്രൻ തന്നെയാണ്. എനിക്ക് സന്തോഷമുള്ളൂ അവൻ രാജാവാവുന്നതിന്. അപ്പോൾ നീ വിഡ്ഢിത്തരം പറയരുത്, നിന്റെ പുത്രനാണ് രാജാവാവേണ്ടത്. ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ കൗസല്യയുടെ ഭരണമായിരിക്കും ഇവിടെ മുഴുവൻ. നിനക്കും നിന്റെ പുത്രനൊന്നും ഒരു വിലയും കാണില്ല ഇവിടെ. അങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, ഇല്ല, എന്തായാലും ശ്രീരാമൻ കുറച്ചുനാൾ രാജാവായിട്ടിരുന്ന, അത് കഴിഞ്ഞാൽ പിന്നെ ഭരതനാവാലോ രാജാവ് എന്ന് പറയാം. അപ്പോൾ മന്ധര പറയും, നീ പിന്നെയും വിഡ്ഢിത്തരം പറയണു,
ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ശ്രീരാമന്റെ മക്കളായിരിക്കും അടുത്ത തലമുറയിലാവാൻ പോകുന്നത്, ഒരിക്കലും ഭരതനാവാൻ പറ്റില്ല. അതായത് സൂര്യവംശം മുറപ്രകാരം ആദ്യത്തെ പുത്രനാണ് ആവുന്നത്, പിന്നീട് അയാളുടെ പുത്രനാണ് ആവുന്നത്, അല്ലാതെ അനിയനല്ല ആവുന്നത്. ഓരോന്നും പറഞ്ഞു കൊടുത്ത് കൈകയുടെ മനസ്സിൽ വിഷം കുത്തി കൊടുക്കുകയാണ് മന്ധര. കൈകയുടെ മനസ്സ് മാറുകയാണ്. ശരിയാണ്, എൻ്റെ മകനല്ലേ ഇനിയിപ്പോൾ രാജാവാവേണ്ടത്, യുവരാജാവേണ്ടത്, ശ്രീരാമനല്ല എന്ന് തോന്നുകയാണ്. അപ്പോൾ മന്ധര എടുത്ത് കൈകേയി ചോദിക്കുകയാണ്, എന്തൊക്കെയായാലും ഞാൻ എങ്ങനെ ഭരതനെ രാജാവാക്കാൻ പറയും? അതിനൊരു കാരണം വേണ്ടേ? കാരണം ശ്രീരാമൻ എല്ലാം തികഞ്ഞവനാണ്, ഒരു കുറ്റവും. അവന് കൗസല്യേക്കാളിലും സ്നേഹവും കാര്യവും എൻ്റെ അടുത്താണ്. ഭരതൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ടാണ് അവൻ എന്നെ നോക്കുന്നത്. അപ്പം അവന് ഒരു രീതിയിലും ഒരു കുറ്റങ്ങളും ഇല്ല. അപ്പം അവനെ എങ്ങനെ മാറ്റാൻ പറയും? ഭരതനെ എങ്ങനെ രാജാവാക്കാൻ പറയും? അപ്പം മന്ധര പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ദശരഥൻ നിനക്ക് 2 വരങ്ങൾ നൽകിയതാണ്. അന്ന് നീ പറഞ്ഞു ഞാൻ സമയമാകുമ്പോൾ ചോദിച്ചോളാം. ആ വരം നീ ഇപ്പം ചോദിക്കാൻ പറയുകയാണ്. അപ്പം ഈ വരങ്ങൾ എന്താന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ദശരഥനെ ദേവന്മാര് വിളിക്കുകയാണ് സാംബാസുരൻ എന്ന് പറഞ്ഞ അസുരനായിട്ട് യുദ്ധം ചെയ്യാൻ. അപ്പോൾ ദശരഥൻ കൈകേയിയും കൊണ്ടാണ് പോകുന്നത് രഥം തെളിക്കാൻ വേണ്ടി. അപ്പൊ കൈകേയിക്ക് എന്താന്ന് വെച്ചാൽ പണ്ടൊരു ഋഷിയുടെ നിന്ന് വരം കിട്ടിയിട്ടുണ്ട്, ഉരുക്ക് പോലത്തെ കൈകളാവും കൈകയുടെ എന്നുള്ളത്. അപ്പൊ ഈ രഥം ഓടിക്കുകയാണ് കൈകേയി. അപ്പോൾ ഈ ചക്രത്തിനും രഥത്തിനും തമ്മിൽ കൂടിയിരിക്കുന്ന ഒരു കൊളുത്ത് പോലെ ഉണ്ട്, അത് ഇളകി പോവാണ്. അത് ഇളകിപ്പോയപ്പോൾ ചക്രം പോകുന്ന ഒരവസ്ഥയാകുമ്പോഴേക്കും കൈകേയി തൻ്റെ വിരൽ വെച്ചാണ് ആ രഥം പിന്നെ ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദശരഥൻ ആ യുദ്ധത്തിൽ ജയിക്കുകയാണ്. അത് കൈകേയി ഉണ്ടായിരുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ദശരഥൻ ആ രഥത്തിൽ നിന്ന് വീണു പോയേനെ. അപ്പോൾ അന്ന് ദശരഥൻ പറഞ്ഞു, നിനക്ക് ഞാൻ 2 വരം തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പം അതാണ്. അപ്പം ആ വരത്തിൻ്റെ കാര്യമാണ് ഇപ്പം മന്ധര പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയും, ദശരഥന് ഭാര്യമാരിൽ ഏറ്റവും പ്രിയം നിന്നെയാണ്. അപ്പം നീ ഇത് ചോദിച്ചാൽ എന്തായാലും നടക്കും, ചോദിക്കാൻ പറയുകയാണ്. അപ്പോൾ മന്ധര പറയുകയാണ്, ഈ പട്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച്, ഈ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു വെച്ച് നിലത്ത് കിടക്കാൻ പറയാം, നിലത്ത് കിടന്ന് കരയാൻ പറയുകയാണ്. അപ്പോൾ ദശരഥൻ വരുമ്പോൾ എന്താന്ന് ചോദിക്കും, എന്നിട്ട് ഈ കാര്യം പറയാൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് കൈകേയി അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മന്ധര വേറൊരു കാര്യവും കൂടി പറയും, അതായത് ശ്രീരാമനെ 14 വർഷം വനവാസത്തിനയക്കണമെന്ന്. അപ്പോൾ അത് കൈകേയി ചോദിക്കും, അതെന്തിനാ? കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരാമൻ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ശ്രീരാമനെ നമ്മളിങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാവും. പക്ഷെ അപ്പോൾ 14 വർഷം കൊണ്ട് ഭരതൻ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഭരതനെ എല്ലാവർക്കും ഇഷ്ടമാവും. 14 വർഷം വനവാസവും കൂടി ചെയ്യിപ്പിക്കാൻ പറയുകയാണ് മന്ധര. അപ്പോൾ മന്ധര പറയുന്നത് പോലെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച്, സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു വെച്ച് നിലത്ത് കിടന്ന് കരയുകയാണ് കൈകേയി. അപ്പോൾ ദശരഥൻ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വരികയാണ് കൈകേയെ, അതായത് രാമനെ യുവരാജാവാക്കാൻ പോവാന്നുള്ളത്. അപ്പോൾ ദശരഥൻ എത്തുമ്പോൾ കൈകേയി കിടന്ന് അലറി കരയുകയാണ്. ദശരഥന് വല്ലാത്ത സങ്കടമാവും. എനിക്ക് എന്തിനാ കൈകേയി നീ കരയുന്നത്? നിന്നെ വിഷമിപ്പിച്ചതാരാ? ഞാൻ ശിക്ഷിക്കാവരെ? അല്ലെങ്കിൽ നിനക്ക് വേറെന്തെങ്കിലും വേണമെന്നാണോ? പറയൂ, എന്നോട് പറയൂ, എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൈകേയി പറയാണ്, പണ്ട് നിങ്ങൾ എനിക്ക് തന്ന 2 വരങ്ങളില്ലേ, അതെനിക്ക് ഇപ്പം വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ദശരഥൻ പറയാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നടത്തിത്തരാമെന്ന് പറയുകയാണ്. അപ്പോൾ കൈകേയി പറയാണ്, ആദ്യത്തെ വരം എന്താണെന്ന് വെച്ചാൽ ഭരതനെ യുവരാജാവാക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ദശരഥൻ ഞെട്ടും. ഇപ്പോൾ 2ാമത്തെ വരം എന്താണെന്ന് വെച്ചാൽ ശ്രീരാമനെ ദണ്ഡകാരണ്യത്തിലേക്ക് വനവാസത്തിനയക്കണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദശരഥൻ ആകെ വല്ലാണ്ടാവും. ദശരഥന് സഹിക്കാൻ പറ്റാത്ത വിഷമവും. കാരണം ദശരഥന് തൻ്റെ പുത്രന്മാരിൽ ഏറ്റവും ഇഷ്ടം ജീവനാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുക, യുവരാജാവാക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ദശരഥന് ചിന്തിക്കാൻ വയ്യ. ദശരഥൻ അപ്പോൾ പറയും, ഇങ്ങനെ പറയരുത് കൈകേയി, ഭരതൻ രാജാവാവുന്നതിനേക്കാട്ടിലും യോഗ്യത രാമനാണുള്ളത്, രാമനാണ് രാജാവാവേണ്ടത്. അപ്പം നിങ്ങൾ എനിക്ക് തന്ന വരാണ്, ഒരു രാജാവ്, ഒരു ക്ഷത്രിയൻ അവൻ കൊടുത്ത വാഗ്ദാനം പാലിക്കുകയാണ് വേണ്ടത്. സത്യം ചെയ്യണം എന്നാണ് ക്ഷത്രിയൻ്റെ ഏറ്റവും വലിയ ധർമ്മം. അപ്പം നിങ്ങളത് പാലിക്കണം എന്ന് പറഞ്ഞ് കൈകേയി ഓരോ രീതിയിലും പറഞ്ഞ് ദശരഥനെ പൂട്ടുകയാണ്. ദശരഥന് ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാക്കണം. അപ്പോൾ ദശരഥൻ പറയുന്നതിൻ്റെ ഒരു കാരണവശാലും പറ്റില്ല, ഭരതനെ ആക്കാൻ പറ്റില്ല, ശ്രീരാമനാണ് എല്ലാം കൊണ്ടും നിറഞ്ഞത്, എനിക്ക് പറ്റില്ല എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് ദശരഥൻ പിന്നെ അവസാനം ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്താണ് ഈ പറയുന്നത്? എന്ത് ദുഷ്ടയാണ് നീ? കുടുംബം നശിപ്പിക്കുന്ന കാര്യമാണ് നീ പറയുന്നത്. എന്നിട്ട് പറയും, നീ ഇത്രയും ദുഷ്ടയാണ് നീ അറിഞ്ഞിരുന്നില്ല. നീ ഇത്രയും ദുഷ്ടയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊട്ടാരത്തിൽ താമസിപ്പിക്കില്ലായിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ചേർത്ത് നിന്നെ നിർത്തില്ലായിരുന്നു.
നീ ഈ കുടുംബം നശിപ്പിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്, എനിക്ക് ചിന്തിക്കാൻ വയ്യ എൻ്റെ രാമനില്ലാതെ എന്ന് പറയുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോ ദശരഥൻ പറയുക. ദശരഥൻ സമാധാനിപ്പിച്ച് പറയാൻ നോക്കും, ദേഷ്യപ്പെട്ട് പറയാൻ നോക്കും, ഒരു രീതിയിലും കൈ അടുക്കുന്നില്ല. അവസാനം പിറ്റേ ദിവസമായി, അതായത് പട്ടാഭിഷേകത്തിൻ്റെ ദിവസമായി. ശ്രീരാമൻ വരികയാണ്. അച്ഛനെ കാണുന്നില്ല, ഇവിടെ പൂജകളെല്ലാം തുടങ്ങി, ദശരഥനെ കാണുന്നില്ല. അപ്പോൾ കൈകയുടെ കൊട്ടാരത്തിലുണ്ട് ദശരഥൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ രാമൻ ചെല്ലുമ്പോൾ ദശരഥനും കൗസല്യയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദശരഥൻ മുഖത്തേക്ക് നോക്കുന്നില്ല രാമൻ്റെ. വന്ന ഉടനെ തന്നെ രാമൻ ദശരഥനെയും കൈകയും തൊഴുത് നമസ്കരിക്കുകയാണ്. അപ്പോൾ അച്ഛ എന്താ പട്ടാഭിഷേകത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങാറായി, അച്ഛൻ വരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം. അപ്പോൾ ശ്രീരാമൻ ചോദിക്കുകയാണ്, എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? അപ്പോൾ കൈകേയി പറയാണ്, അച്ഛൻ വിഷമം കാരനാണ് മിണ്ടാത്തത്, നിന്നോട് പറയാനുള്ള ബുദ്ധിമുട്ട് കാരനാണ് അച്ഛൻ മിണ്ടാത്തതെന്ന് പറയാം. അപ്പം എന്താ അച്ഛന് പറയാനുള്ളത്? എന്നാൽ അമ്മ പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, നീ രാജാവാൻ പാടില്ല, ഭരതനെ യുവരാജാവാക്കണം, പിന്നെ അതുകൂടാതെ നീ 14 വർഷം വനവാസത്തിന് പോകണം ദണ്ഡകാരണ്യത്തിലെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീരാമൻ പറയും, ഇത് അച്ഛൻ്റെ തീരുമാനമാണോ? ഇത് അച്ഛൻ്റെ തീരുമാനമാണ്. എന്നാൽ അങ്ങനെ ആവട്ടെ, ഞാൻ അങ്ങനെ ആവാം. എനിക്ക് രാജ്യപദവിയോടൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഭരതനായാലും നല്ലത് തന്നെയാണ്. ഭരതൻ മിടുക്കനാണ്, ധർമ്മജ്ഞാനം ഉള്ളവനാണ്, എല്ലാ രീതിയിലും എല്ലാ ഗുണങ്ങളും ഉള്ളവനാണ് അവൻ രാജ്യം ഭരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ദശരഥൻ ഇരുന്ന് കരയാണ് ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് ദശരഥൻ്റെയും കൈകയുടെയും മുമ്പിൽ നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഭരതനോട് പറയണം രാജ്യവും രാജ്യത്തിലെ ആൾക്കാരെ നന്നായിട്ട് നോക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാം, ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാച്ചാ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നേരെ കൗസല്യ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കൗസല്യ അവിടെ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുക. കൗസല്യ എൻ്റെ മകൻ രാജാവാൻ പോവാന്നുള്ളത് ആലോചിച്ചിട്ട്. അപ്പോൾ ചെന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മേ ഞാൻ രാജാവാകുന്നില്ല, ഭരതനെ രാജാവാക്കണം എന്നാണ് ഇപ്പം അച്ഛൻ്റെ തീരുമാനം. അതുകൂടാതെ ഞാൻ 14 വർഷം ദണ്ഡകാരണ്യത്തിൽ വനവാസത്തിന് പോവുകയാണെന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ കൗസല്യ വല്ലാണ്ട് കരയാൻ തുടങ്ങും, അലറി കരയാൻ തുടങ്ങുകയാണ്. ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ വിടില്ല, നീ എൻ്റെ പുത്രനാണ്, നിന്നെ കാണാണ്ട് ഞാൻ എങ്ങനെ 14 വർഷം ജീവിക്കും, എന്ത് ഈ പറയുന്ന ഒരു കാരണവശാൽ നടക്കില്ല. കൈകേയിയുടെ അത്യാഗ്രഹമാണിത്, നീയല്ലേ രാജാവേണ്ടത്, ഭരതൻ എന്താ രാജാവാൻ യോഗ്യത? സ്ഥാനപ്രകാരവും നമ്മുടെ മുറപ്രകാരവും നീയാണ് രാജാവേണ്ടത്, ഒരു കാരണവശാലും പറ്റില്ല, നീ പോവാൻ പറ്റില്ല, നിന്നെ ഞാൻ വിടില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീരാമൻ പറയാണ്, അമ്മേ അച്ഛൻ പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി കേൾക്കുക എന്നുള്ളതാണ് ഒരു മകൻ്റെ കർത്തവ്യം, അതിപ്പോൾ തെറ്റാണെങ്കിൽ കൂടി അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ കൗസല്യ വല്ലാണ്ട് കരയുകയാണ്. അപ്പോൾ പറയാം, എന്നാൽ ഞാനും നിൻ്റെ കൂടെ വരാം, കാട്ടിലേക്ക്, നീ ഒറ്റയ്ക്ക് പോകണ്ട. ഇല്ല അമ്മേ, അമ്മയുടെ കർത്തവ്യം അമ്മയുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, അതാണ് അമ്മയുടെ ധർമ്മം, അമ്മയുടെ കർത്തവ്യം അതാണ്, അമ്മയുടെ കർമ്മം അതാണെന്ന് പറയാണ്. അപ്പോൾ കൗസല്യ വീണ്ടും ഞങ്ങളടിച്ച് കരയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ കരയരുത്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സന്തോഷമായിട്ട് പോയി വരും, അമ്മ ഒന്നും പേടിക്കേണ്ട, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയാണ്. അവസാനം കൗസല്യ അനുഗ്രഹിക്കുകയാണ്, എന്നാൽ ശരി പോയിട്ട് വരൂ എന്ന് പറയണം. അപ്പോൾ കൗസല്യക്ക് ഒരു താല്പര്യവും ഇല്ല, അല്ലെ സ്വന്തം കുഞ്ഞല്ലേ, അപ്പോൾ എന്നാലും അനുഗ്രഹിക്കുകയാണ്. കൗസല്യ നേരെ സീതയെടുത്ത് പോവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ നമസ്കാരം.